കോഴിക്കോട് രാമനാട്ടുകരയിൽ പെയിന്റ് കടയിൽ തീപിടുത്തമുണ്ടായി എന്നുള്ളൊരു വാർത്ത വരികയാണ്. കടയുടെ താഴത്തെ നിലയിലുള്ള റൂമിലാണ് ആദ്യം തീ പടർന്നതെന്നുള്ളതാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. അഗ്നിശമന സേന ഏറെ പണിപ്പെട്ട് തീ അണച്ചിട്ടുണ്ട്. എന്തായാലും രമ്യ ചേരുന്നു. രമ്യ, എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. പ്രജിത്ത്, തീപിടുത്തലിന് കാരണം നിലവിൽ വ്യക്തമല്ല. ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായ ഒരു നിഗമനം വന്നിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം ഒരു 12:30 ആയിരുന്നു ഈ ഇന്ത്യൻ ഹാർഡ്വെയർ എന്ന പെയിന്റ് സ്ഥാപനത്തിന്റെ മുകളിലത്തെ നിലയിൽ നിന്നും തീ പടരുന്നത് ദൃക്സാക്ഷികൾ കാണുന്നത്. അതായത് രാവിലെ കടയുടെ എത്തി സ്ഥാപനം തുറക്കുകയും ഏകദേശം ഉച്ചയ്ക്ക് 12 വരെ കട തുറക്കുകയെല്ലാം ചെയ്തിരുന്നു. ഇത് കട അടച്ചു പോയതിനു ശേഷമാണ് ഇത്തരത്തിൽ ഈ കടയുടെ മുകളിലെ നിലയിൽ നിന്നും തീ ഉയരുന്ന ദൃക്സാക്ഷികൾ കാണുന്നത്. തുടർന്ന് വേഗം തന്നെ അഗ്നിശമന സേനയെ വിവരം അറിയിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ മീൻചന്തയിൽ നിന്നുള്ള അഗ്നിശമന സേനയാണ് എത്തിയത്. തുടർന്ന് 4 യൂണിറ്റുകൾ കൂടി എത്തി. നിലവിൽ ഇപ്പോൾ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. ഏകദേശം 5 കോടിക്ക് അടുത്ത് നഷ്ടമാണ് നിലവിൽ ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. എന്തുതന്നെയായാലും ഈ തീപിടുത്തത്തിലുള്ള കാരണങ്ങൾ കൂടി ഇനി വ്യക്തമാകേണ്ടതുണ്ട്. ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. രമ്യയാണ് വിവരങ്ങൾ നൽകിയത്. പെയിന്റ് കടയിലുണ്ടായ തീപിടുത്തത്തിൽ 5 കോടിക്കടുത്ത് നഷ്ടമുണ്ടായി എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ളൊരു വിലയിരുത്തൽ.